മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ വലിയ വിവാദമായി. എന്താണ് ഈ സംഭവം എന്ന് പലരും അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഈ സിനിമ എടുത്തത് പറവ ഫിലിംസ് എന്ന പ്രൊഡ്യൂസേഴ്സാണ്. ഇത് ഏകദേശം 250 കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്, മലയാളത്തിലും തമിഴിലുമായിട്ട്. അങ്ങനെ കളക്ട് ചെയ്ത് ഒരു സിനിമ, അതിന് പുറകെ ഇപ്പൊ ഇഡിയും ഇൻകം ടാക്സും വന്നു തുടങ്ങി. ഇതൊരു തട്ടിപ്പാണോ അതോ കളക്ഷൻ കിട്ടാനുള്ള തന്ത്രമാണോ, ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള ഒരു ശ്രമമായിരുന്നോ, ഏതുമാകാം. എന്തായാലും ഈ സിനിമ നിർമ്മിക്കാൻ ഇപ്പൊ ആളെ കിട്ടാൻ വലിയ പാടാണ്. ഇവിടെ പലരും സിനിമാ നിർമ്മാണത്തിന് പണം കൊടുത്തു, അത് ബ്ലാക്ക് മണിയാണ് എന്ന് കരുതപ്പെടുന്നു. ഇതിനകത്ത് ഇപ്പൊ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലെ ഒരാൾ ഒരു കേസ് കൊടുത്തു. അത് രജിസ്റ്റർ ചെയ്യാൻ മരട് പോലീസിൽ അയച്ചു കൊടുത്തു. എറണാകുളം മരട് പോലീസ് ഇപ്പം ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിന്റെ വാദിയായിട്ട് വന്നിരിക്കുന്നത് സിറാജ് വലിയതറ ഹമീദ് എന്ന വ്യക്തിയാണ്. അയാൾ പറയുന്നത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അയാൾ ഷോൺ ആന്റണി, മറ്റൊരാള് ഷോബിൻ സാഹിർ, മലയാള സിനിമയിലെ ഒരു നടനാണ്. അയാളുടെ സഹോദരൻ ബാബു സാഹിർ. ഇവര് മൂന്നുമാണ് ഇതിന്റെ പ്രൊഡ്യൂസർമാര്. ഇവർക്ക് പലരും ബ്ലാക്ക് മണി കൊടുത്തു എന്നാണ് പറയുന്നത്. സിനിമാ നിർമ്മാണത്തിന് പണം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇവർക്ക് ഇഷ്ടം പോലെ പണം വന്നു എന്നാണ്. സിറാജ് ഏകദേശം ഇവരുമായിട്ടൊരു എഗ്രിമെന്റ് നടത്തി ലാഭത്തിന്റെ 40% കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം 7 കോടി രൂപ, ആദ്യം 6 കോടി, പിന്നെ 50 ലക്ഷം, പിന്നെ 50 ലക്ഷം, അങ്ങനെ 7 കോടി രൂപ കൊടുത്തു. ഷോൺ ആന്റണിയുടെ പറവ ഫിലിംസിലേക്കാണ് അയച്ചു കൊടുത്തത്, ഓൺ റെക്കോർഡിലാണ്. അതുപോലെ തന്നെ ഇത് മറ്റു ചില ആൾക്കാരും എന്ന് പറഞ്ഞാൽ ബിഗ് ട്രീ ഫിലിംസ് എന്ന് പറഞ്ഞവര് 11 കോടി നിർമ്മാണത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിന്റെ രത്ന ചുരുക്കം, കൊടൈക്കനാലിൽ ഒരു ടൂർ പോകുന്നു. അവിടെ ഒരു 120 അടി താഴ്ചയുള്ള ഗുണ കേവ് ഒരു കുഴിയിലേക്ക് വീഴുന്നു. കുഴി വീണ ആളെ ഈ ടൂർ വന്നതിൽ ഒരു പയ്യൻ സാഹസികമായി രക്ഷപ്പെടുത്തുന്നതാണ് കഥ. ഇത് തമിഴിലും മലയാളത്തിലും കൂടി ഏകദേശം 250 കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നു. ആ പണം തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ, അത് ഫുള്ളായിട്ട് ഓടിയെങ്കിൽ, ആളില്ലാതെ ഓടിയെങ്കിൽ, അത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും ആ തിയേറ്ററിന്റെ ടാക്സ് എത്തണം. അവർക്കുള്ള ടാക്സ് പോകണം, ഇൻകം ടാക്സ് പോകണം. അത് ഇഡിക്ക് അത് അറിയണം എത്ര കൊടുത്തെന്ന്. 250 കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയത്തില്ല. ഏതായാലും ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ ഒരു തന്ത്രം അതിനകത്തുണ്ടായി. കാരണം ഒരു മനുഷ്യനും തിയേറ്ററിൽ ഇല്ലായിരുന്നു, പക്ഷേ അത് തിയേറ്റർ ഫുള്ളായിട്ട് ആളിരിക്കുന്നതായിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള ശ്രമം വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരിക്കും പലരും ഇതിനകത്ത് പണം ഇട്ടിരിക്കുന്നത്. ഈ ബിഗ് ട്രീ ഫിലിംസുകാർ ഏകദേശം 28 കോടി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ചെലവ് 22 കോടിയേ ഉള്ളൂ എന്ന് വിചാരിച്ചോണം. പക്ഷെ വാദിയായിട്ട് വന്നിരിക്കുന്ന സിറാജ് തന്നെ മുടക്കിയ പൈസയും കിട്ടിയില്ല, തനിക്ക് 40% ലാഭം തരാമെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് 2024 ഏപ്രിൽ 23 അദ്ദേഹം ജുഡീഷ്യൽ പ്രസ്വാസ് മജിസ്ട്രേറ്റ് കോടതി എറണാകുളത്ത് കൊടുത്തതിനകത്ത് പറയുന്നത് അങ്ങനെയാണ്. തനിക്ക് 40% ലാഭം തരാം, അങ്ങനെയാണ് താൻ 7 കോടി രൂപ ഇട്ട് കൊടുത്തത്. അപ്പോൾ 47 കോടി രൂപ കണക്കനുസരിച്ച് തനിക്ക് ഇവർ തരണം, ആ പൈസ തരുന്നില്ല. ഇതാണ് കംപ്ലൈന്റ്. 3 പ്രതികൾ ആ പരാതിക്കകത്ത് പറയുന്നുണ്ട്. ഒന്ന് ഷോൺ ആന്റണി, ഇതിന്റെ നിർമ്മാതാവ്, ഷൗബിൻ സാഹിർ എന്ന നടൻ, ആ നടന്റെ അനിയൻ ബാബു സാഹിർ. ഇവര് 3 പേരും പ്രതികളാണ്. ഇതിനകത്ത് ഒരു ഗൂഢാലോചന ഇവർ നടത്തിയിട്ടുണ്ട്. അത് ബ്ലാക്ക് മണി കൊടുത്തവരുടെ അവരിവിടെ വരാം. 120B ഒരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട് 406. എന്നെ പറ്റിച്ചു, ഇവർ 40% ലാഭം തരാമെന്ന് എന്നെ പറ്റിച്ചു 420.
പിന്നെ ഇതിനകത്ത് ചില കൃത്രിമ കണക്കുകളുണ്ട്. 468 അങ്ങനെ ആണ് തന്നെ പറ്റിച്ചിരിക്കുന്നത്. അതിനാണ് പോലീസ് ഈ കേസ് കൊടുത്തിട്ട് അവർ കേസെടുക്കാത്തത് കൊണ്ട് കോടതിയിൽ നേരിട്ട് പരാതി കൊടുത്തു. കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിച്ച് മരട് പോലീസ് ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്തു. മലയാള സിനിമയിലെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ഈസിയാണ്. പക്ഷേ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു മുതലാളി അയാളുടെ കൈ കുറെ ബ്ലാക്ക് മണിയുണ്ട്, സിനിമ എടുക്കും, അതിനകത്ത് ലാഭം ഉണ്ടായിട്ട് വന്നതാണെന്ന് അത് കൺവെർട്ട് ചെയ്യും. അങ്ങനെ കുറെ അധികം ആൾക്കാർ ഇതിനകത്ത് പണം ഇവരുടെ കൈ കൊടുത്തു എന്നും അത് തിയേറ്ററിൽ ആളില്ലെങ്കിലും അത് ഫുള്ളായിട്ട് തിയേറ്റർ അത് ഓടിയെന്നും അതിൻ്റെ ഇൻകമാണ് ഇത്രയും കോടി രൂപ അല്ലെങ്കിൽ 250 കോടി എന്നുള്ള കണക്കെന്ന് പറയുന്നു. ഏതായാലും അത്രയും വന്നെങ്കിൽ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ശരി അതിൻ്റെ ടാക്സ് അടയ്ക്കണം. അതടച്ചിട്ടില്ല. ED പുറകെ എത്തിക്കഴിഞ്ഞു. അപ്പൊ മലയാള സിനിമയിലെ പല സിനിമയും വലിയ വലിയ നടന്മാരെ കൊണ്ട് ഒരു 10 നില പൊട്ടുന്നതൊക്കെ നമുക്കറിയാം. അവരൊക്കെ എങ്ങനെയാണ് പിന്നെ ജീവിക്കുന്നുള്ള കാഴ്ചയും നമുക്കറിയാം. പല പ്രൊഡ്യൂസർമാരും 2-3 സിനിമ എടുത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇവിടെ ഒരു ചീറ്റിംഗ് ആണ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്ലാക്ക് മണിയുള്ള കുറെ ആൾക്കാർ ഇതിലേക്ക് പണം കൊണ്ടിടുക, തിയേറ്ററിൽ കളക്ഷൻ ഒന്നും ആവശ്യമില്ല, കളക്ഷൻ ഉണ്ട് എന്ന് ധരിപ്പിച്ച് അങ്ങനെ ആണ് 250 കോടി ബ്ലോക്ക് ബസ്റ്ററായി സിനിമ, മലയാള സിനിമ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലെയിം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പണം വന്നതായിട്ട് വരും. അത്രയും പണം വൈറ്റായി. ആ പണത്തിന് വൈറ്റായി അവൻ്റെ പണം മുടക്കിയവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് സാധനം കൊടുക്കണമെങ്കിൽ വന്നാലും ഇൻകം ടാക്സ് ആര് കൊടുക്കും? ഇത്രയും പണം വരുമ്പോൾ അതിൻ്റെ ടാക്സ് വരും. അതിൻ്റെ പ്രോഫിറ്റ് തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ലീഗലായിട്ടാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഷെയർ 30% ടാക്സ് അവരും കൊടുത്തേ പറ്റുള്ളൂ. ഏതായാലും വലിയ വിവാദമായി. യഥാർത്ഥത്തിൽ പണം മുടക്കിയ ആദ്യത്തെ ആളിന് മുതലും കിട്ടുന്നില്ല, പലിശയും കിട്ടുന്നില്ല, 40% ഷെയറും കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം പടം ഓടിയെന്ന് പറഞ്ഞ് ഒരു പബ്ലിസിറ്റി കൊടുത്തെങ്കിലും അത് ബ്ലോക്ക് ബസ്റ്ററാണ്, മലയാള സിനിമയിൽ ഇതുപോലൊരു തരംഗം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും കേസിന്റെ പുറത്ത് കേസും EDയുടെ കേസും ഇൻകം ടാക്സിന്റെ കേസുകൾ എല്ലാം ഒന്നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വീരവാദം അടിച്ച ഈ പ്രൊഡ്യൂസറും ആക്ടറും ഒക്കെ ഈ പണം ഉണ്ടാക്കുന്നത്, അടയ്ക്കേണ്ട പണം അടയ്ക്കുകയും കൊടുക്കാമെന്ന് പറഞ്ഞവരെ എഗ്രിമെന്റ് എഴുതിയവർക്ക് പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ കൗതുകത്തോടെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഞാൻ നോക്കിക്കാണുന്നത്. ഏതായാലും കേസിനകത്ത് കുരുങ്ങി അത് പണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം തീരില്ല. അങ്ങനെ പണം കൊടുക്കാനുണ്ടോ ഈ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ എന്നൊക്കെയുള്ളതാണ് ഇനി വരെ. കാരണം ബ്ലാക്ക് മണി ഇട്ടവർ അവർ വൈറ്റ് ആക്കാൻ അതിനൊരു കോൺട്രാക്ട് ഉണ്ടാവും. അവർ 100 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരി, നിങ്ങൾ 50, 60, 70 രൂപ തന്നാൽ ബാക്കി നിങ്ങൾ എടുത്തോ വൈറ്റ് ആക്കുന്നതിന്. അങ്ങനെ വന്നാലും ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരും, അങ്ങനെ സൂപ്പർ ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്ത് വരും. അത് ഒരാൾ പണം മുടക്കിയത് ഇപ്പം നമുക്കറിയാം, സിറാജ് മുടക്കിയിട്ടുണ്ട്, പിന്നെ മറ്റൊരു പ്രൊഡ്യൂസർമാർ മുടക്കിയിട്ടുണ്ട്. അവരെ യഥാർത്ഥത്തിൽ മുടക്കിയ വൈറ്റ് മണി ആ പണം കൊടുത്തേ പറ്റുള്ളൂ. അതിന് ഇത്രയും വലിയ പ്രോഫിറ്റ് ഇടുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വീതം കൂടെ കൊടുത്തു കുക്കുള്ളൂ. എന്തായാലും കൊഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ചീറ്റിംഗ് തന്നെയായിട്ട് കേസ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.